എല്ലാവർക്കും Smk Magical Recipe സ്വാഗതം. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഇറാനി പോളയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുപോലെ കാശ്മീരി ചില്ലി 2.25 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 1 ടീസ്പൂൺ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഗരം മസാല അത് 1/4 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 1/4 ടീസ്പൂൺ, കറിവേപ്പില 1 ടേബിൾ സ്പൂൺ, ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഓരോന്നും ഓരോ ടീസ്പൂൺ വീതം. ഇനി നമുക്ക് 2 മീഡിയം സൈസ് സവോള അരിഞ്ഞെടുത്തത് വേണം. ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ. ഇനി ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള ക്യാപ്സിക്കം, അതുപോലെ മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്ക് ചിക്കൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യണേ നോക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി നമുക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ട് ലേശം ഉപ്പിടാം. ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ. ഇനിയെല്ലാം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാത്തിലും പിടിക്കുന്ന വിധത്തിൽ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാതും മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കന് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഇനി ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ അധികം ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കന് കളർ ചേഞ്ച് ചെയ്ത് വരുന്ന വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. ഇപ്പോൾ എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇറാനി പോളക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് സവോള ഇട്ട് മസാല ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ സവോള ഇടുന്നുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി 1 ടീസ്പൂൺ ഇടാം. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കറിവേപ്പില, അതുപോലെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതെല്ലാം കൂട്ടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇറാനി പോളയ്ക്കുള്ള മസാല ഇവിടെ ഏകദേശം വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് തുടങ്ങാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂട്ടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ചിക്കനിലേക്കൊക്കെ മസാല ജസ്റ്റ് ഒന്ന് പിടിക്കണ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാല ഒക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു ടേബിൾ സ്പൂൺ മല്ലിയില ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മളിവിടെ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതുപോലെ 1.25 കപ്പ് മൈദ, ഒന്നര കപ്പ് പാല്, ഒരു കപ്പ് ഓയിൽ, ഇനി നമ്മൾ പാലിൻ്റെയും മുട്ടയുടെയും ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇറാനി പോള എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് വേണം നമ്മുടെ സോസ് പാൻ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടുക്കൊന്നും പിടിക്കില്ല, ബട്ട് ഓയിൽ ഒഴിച്ചാൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ബാറ്ററിൻ്റെ പകുതി ഭാഗം നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. ഇനി 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ അധികം സൈഡിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സെൻറ്റർ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. മസാല അധികം സൈഡിലേക്ക് വെക്കണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഇറാനി പോളയുടെ കറക്റ്റ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മസാല ഏകദേശം എല്ലാതും ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാലൻസ് ഉള്ള ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കനും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കനും മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റും സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ 25 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോള റെഡി ആയോ നോക്കാം. അപ്പോൾ അതിനായിട്ട് നൈഫോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ പോള ഫ്ലിപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മുടെ പോള അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോള ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പോള ഇവിടെ സെറ്റായിട്ടുണ്ട്, ഉള്ളൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.